അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി ഇലാ യൗമിദ്ദീൻ വബഅദ്. ബാബു മാ യഖൂലു ഇദാ സമിഅൽ മുനാദിയ എന്നത് മുതലാണ് സഹീഹുൽ ബുഖാരിയിൽ നമുക്കിന്ന് ഓതാനുള്ളത്. ബാങ്കിൻ്റെ ലഫ്ള് മുഅദ്ദിൻ പറയുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്കും പറയൽ സുന്നത്തുണ്ടല്ലോ. ആ വിഷയം പറയുന്ന ഹദീസുകളാണ് ഈ ബാബിൽ വരുന്നത്. قال الإمام البخاري رحمه الله حدثنا عبد الله بن يوسف قال أخبرنا مالك عن ابن شهاب عن عطاء بن يزيد الليثي عن أبي سعيد الخدري رضي الله عنه وعنهم جميعا أن رسول الله صلى الله عليه وسلم قال إذا سمعتم النداء فقولوا مثل ما يقول المؤذن. അന്നിദാ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അൽ അദാൻ എന്നാണ്. അലിഫ് ലാം അഹദിൻ്റെതാണ്. നിദാ ഉൽ മുഅദ്ദിനാണ് ഇവിടെ ഉദ്ദേശം. ഫഖൂലു മിസ്ല മാ യഖൂലുൽ മുഅദ്ദിൻ എന്നുള്ളത് ആമ മഖ്സൂസാണ്. ഉമർ എന്നവരുടെ ഹദീസും മുആവിയ എന്നവരുടെ ഹദീസും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയേണ്ട സന്ദർഭം ബാങ്കിലുണ്ടല്ലോ. ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്നൊക്കെ പറയുമ്പോൾ അതാണ് ചൊല്ലേണ്ടത്. അപ്പോൾ ഫഖൂലു മിസ്ല മാ യഖൂലുൽ മുഅദ്ദിൻ, മുഅദ്ദിൻ പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ പറയണം എന്നുള്ളത് ആ പറഞ്ഞ സ്ഥലങ്ങളല്ലാത്തിടത്തേക്കാണ്. അത് സൂചിപ്പിക്കുന്ന ഹദീസാണ്, അത് വ്യക്തമാക്കുന്ന ഹദീസാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാ അടുത്തത് ഈ ബാബിൽ കൊണ്ടുവരുന്നത്. ഹദ്ദസനാ മുആദ് ബിൻ ഫദാല قال حدثنا هشام عن يحيى عن محمد بن إبراهيم بن الحارث قال حدثني عيسى بن طلحة أنه سمع معاوية رضي الله عنه وعنهم جميعا أنه سمع معاوية يوما فقال مثله إلى قوله وأشهد أن محمد رسول الله. ഇത് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞൊരു ഹദീസാണ്. ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കാത്തവർക്ക് ഇത് വായിക്കുമ്പോൾ എന്താണ് പറയുന്നതെന്ന് തോന്നിപ്പോകും. പക്ഷേ ഇവിടെ ഇമാം ബുഖാരി റഹിമഹുല്ലാ ഈ ബാബിൽ കൊണ്ടുവന്നത് കൊണ്ട് ഇത് കാണുന്നവർക്കും ഇവിടെ പറയുന്ന വിഷയം മനസ്സിലാവുകയും ചെയ്യും. അന്നഹു സമിയ മുആവിയത യൗമൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്ന നേരത്ത് മുആവിയ എന്നവരുടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ മുആവിയ എന്നൊരു ബാങ്ക് കേട്ടിട്ട് പറയുന്നത് കേട്ടു എന്നാണ്. ഫഖാല മിസ്ലഹു എന്ന് പറഞ്ഞാൽ മുഅദ്ദിൻ പറയുന്നത് പോലെ മുആവിയ എന്നവരും പറഞ്ഞു ഇലാ ഖൗലിഹി വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി വരെ. അതിൻ്റെ ശേഷമല്ലേ പിന്നെ ഹയ്യ അലസ് സ്വലാ എന്നാണല്ലോ. അവിടെ അതേപോലെ അല്ല പറഞ്ഞത് എന്നർത്ഥം. حدثنا إسحاق بن راهوي قال حدثنا وهب بن جرير قال حدثنا هشام عن يحيى نحوه. അഥവാ നേരത്തെ പറഞ്ഞ ഹദീസ് അൻ യഹ്യ അൻ മുഹമ്മദ് ബിൻ ഇബ്രാഹിം ബിൻ അൽ ഹാരിസ് قال حدثني عيسى بن طلحة أنه سمع معاوية. ആ ഹദീസ് അങ്ങനെ തന്നെ പറഞ്ഞു എന്ന്. അവിടെയും നേരത്തെ പറഞ്ഞിടത്തും ഹദീസ് പൂർണ്ണമായി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വളരെ ചുരുക്കി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ പറഞ്ഞ ഇതേ സനദോട് കൂടെ തന്നെയാണ് ഇനി പറയുന്ന കാര്യം. ഖാല യഹ്യ എന്ന് പറഞ്ഞാൽ ഈ ഹദ്ദസന ഇസ്ഹാഖ് ബിൻ റാഹവൈ എന്ന് പറഞ്ഞതിൻ്റെ ബാക്കിയാണത്. ഖാല യഹ്യ ഹദ്ദസന ഹിഷാമുൻ എന്ന് പറഞ്ഞിട്ട് ഖാല യഹ്യ വ ഹദ്ദസനി ബഅദു ഇഖ്വാനിന അന്നഹു ഖാല. ഇവിടെ മുആവിയ എന്നവർ പറഞ്ഞു എന്നാണ്. ലമ്മാ ഖാല ഹയ്യ അലസ് സ്വലാ ലാ ഹൗല ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വഖാല ഹകദാ സമിഅനാ നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. പ്രവാചകർ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മുആവിയ എന്നവരപ്പോൾ പറഞ്ഞു എന്ന്. ഈ സംഭവം പറയുന്ന ഹദീസ് വേറെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ വിശദമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അൻ യഹ്യ ഹദ്ദസനാ മുഹമ്മദ് ബിൻ ഇബ്രാഹിം ഹദ്ദസനാ ഈസ ബിൻ തൽഹ ഖാല ദഖൽനാ അലാ മുആവിയ ഫനാദാ മുനാദിൻ ബിസ്സലാ. ബാങ്ക് കൊടുത്തു എന്ന്. ഫഖാല അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഫഖാല മുആവിയ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഫഖാല അൽ മുഅദ്ദിൻ എന്ന്. ഫഖാല അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഖാല മുആവിയ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുണ്ട് റിവായത്തിൽ. ഫഖാല അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. മുഅദ്ദിൻ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ ഫഖാല മുആവിയ വ അന അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. قال يحيى فحدثني صاحب لنا أنه لما قال حي على الصلاة മുഅദ്ദിൻ ഹയ്യ അലസ് സ്വലാ എന്ന് പറഞ്ഞപ്പോൾ ഖാല മുആവിയ എന്നർത്ഥം. ഖാല മുആവിയ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ثم قال هكذا سمعنا نبيكم.
ഈ സനദ് ഇമാം ഇബ്ൻ ഹജർ റഹിമഹുല്ലാ ഫത്ഹുൽ ബാരിയിൽ അവരുടെ സനദിൽ കൊണ്ടുവരുന്നുണ്ട് ഈ ഹദീസ്. ഈ സനദ് പ്രകാരം യഹ്യ എന്നവർ നേരെ മുഹമ്മദ് ബിൻ ഇബ്രാഹിം എന്നവരിൽ നിന്ന് കേട്ടു എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ബുഖാരി ഈ ഷോർട്ടാക്കി പറഞ്ഞ കാര്യത്തിൻ്റെ വിശദീകരണം ഇവിടെ ലഭിക്കുന്നുണ്ട്. ബുഖാരി ഇമാമ് ഷോർട്ടാക്കി പറഞ്ഞപ്പോൾ ഹദസനി ഈസ ബിനു തുൽഹ അന്നഹു സമിഅ മുആവിയ എന്ന് പറഞ്ഞത് ഇമാം ബുഖാരി കൊണ്ടുവന്ന ഈ റിവായത്തിലുള്ള ഈ ഇഖ്തിസാർ വളരെ വ്യക്തമാക്കുന്ന രീതിയിൽ മുആവിയ എന്നവർ ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിൻ്റെ ശബ്ദം കേട്ടു, മുഅദ്ദിൻ പറയുന്നത് കേട്ടു, അപ്പോൾ അതുപോലെ പറയുന്നത് മുആവിയ എന്നവർ ഞാൻ കേട്ടു എന്ന് ഈ റിവായത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അതേപോലെ ഇവിടെ ഖാല യഹ്യ വഹദ്ദസനി ബഅദു ഇഖ്വാനിന എന്ന് പറഞ്ഞ താലീഖല്ല, ഹദ്ദസന ഇസ്ഹാഖ് ഇബ്നു റാഹവൈ എന്നുള്ള ആ സനദിൽ തന്നെ വന്നതാണ് എന്നുള്ളത് ഇബ്ൻ ഹജർ റഹിമഹുല്ലാ തൻ്റെ സനദോട് കൂടെ കൊണ്ടുവന്ന ഈ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നു. ഇവിടെ ഇമാം ബുഖാരി റഹിമഹുല്ലാ കൊണ്ടുവന്ന ഈ ഹദീസിൽ ഹദ്ദസനി ബഅദു ഇഖ്വാനിന എന്ന് വന്നു. അത് മുബഹമാണ്, ആളെ പറഞ്ഞിട്ടില്ല. ബഅദു ഇഖ്വാനിന എന്നേ പറഞ്ഞുള്ളൂ. അത് അങ്ങനെ മുബഹമായിട്ട് തന്നെയാണ് എല്ലാ തുറക്കുകളിലും ഈ ഹദീസ് ഉള്ളത്. അതുകൊണ്ട് ഈ ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ല കൊണ്ടുവന്നിട്ടില്ല തൻ്റെ സ്വഹീഹിൽ എന്നാണ് ശുറാഹ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇവിടെ ബഅദു ഇഖ്വാനിന എന്ന് പറഞ്ഞത് അൽഖമത്ത് ബിൻ വഖാസ് എന്നവരോ അല്ലെങ്കിൽ അവരുടെ മക്കളായ അബ്ദുള്ള എന്നവരോ അമ്രോ ആയിരിക്കുമെന്ന് ഫത്ഹുൽ ബാരിയുടെ മുസന്നിഫ് ഇബ്ൻ ഹജർ റഹിമഹുല്ല അഭിപ്രായപ്പെടുന്നുണ്ട്. ഈസ ബിനു തുൽഹ എന്നവരുടെ കൂടെ ഈ സംഭവം നടക്കുമ്പോൾ അവിടെ അൽഖമത്ത് ബിൻ വഖാസ് എന്നവരുണ്ടായിട്ടുണ്ട് എന്നറിയിക്കുന്ന റിവായത്ത് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സമാനമായ റിവായത്ത് അൽഖമത്ത് ബിൻ വഖാസ് എന്നവരിൽ നിന്ന് തൻ്റെ മക്കൾ ആയ അബ്ദുള്ള എന്നവരും അമ്ര എന്നവരും റിവായത്ത് ചെയ്തത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബഅദു ഇഖ്വാനിന എന്ന് യഹ്യ എന്നവർ പറയുന്നത് ഇവരെ കുറിച്ചായിരിക്കുമെന്ന് പറയുന്നത്. ഈ വിഷയം ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഹദീസ് വന്നിട്ടുണ്ട്. ആ ഹദീസ് ഇമാം മുസ്ലിം എന്നിവർ കൊണ്ടുവന്നിട്ടുണ്ട്. ബുഖാരി ഇമാം ഹദീസ് സ്വീകരിക്കാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട്. അത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഹദീസ് മുർസലാണോ മൗസൂലാണോ എന്നുള്ള വിഷയത്തിൽ ഇഖ്തിലാഫുണ്ട്. അതുകൊണ്ടായിരിക്കും ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഹദീസ് ഇവിടെ കൊണ്ടുവരാവുന്നത് എന്ന് ശുറാഹ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസ് ഇങ്ങനെയാണ്: അൻ ഹഫ്സ് ബിൻ ആസിം ബിൻ ഉമർ ബിൻ അൽ ഖത്താബ് عن أبيه عن جده عمر بن الخطاب رضي الله عنهم قال قال رسول الله صلى الله عليه وسلم إذا قال المؤذن الله أكبر الله أكبر فقال أحدكم الله أكبر الله أكبر ثم قال أشهد أن لا إله إلا الله قال أشهد أن لا إله إلا الله. മുഅദ്ദിൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ അങ്ങനെ പറഞ്ഞാലെന്ന്. ثم قال أشهد أن محمد رسول الله എന്ന് മുഅദ്ദിൻ പറയുമ്പോൾ قال أحدكم എന്നർത്ഥം. നിങ്ങളിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ أشهد أن محمد رسول الله. ثم قال حي على الصلاة ثم قال المؤذن എന്നർത്ഥം. حي على الصلاة എന്ന് പറയുമ്പോൾ قال أحدكم എന്നർത്ഥം. قال لا حول ولا قوة إلا بالله. ثم قال حي على الفلاح قال لا حول ولا قوة إلا بالله. ثم قال الله أكبر الله أكبر قال السامع എന്നർത്ഥം. قال الله أكبر الله أكبر ثم قال لا إله إلا الله قال لا إله إلا الله من قلبه. മനസ്സിൽ നിന്ന് അങ്ങനെ പറഞ്ഞാൽ മുഅദ്ദിൻ പറയുന്ന അതേപോലെ പറഞ്ഞു. ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ എന്നുള്ളിടത്ത് ഈ പറഞ്ഞതും പറഞ്ഞു മിൻ ഖൽബിഹി ഒക്കെ മനസ്സ് അറിഞ്ഞുകൊണ്ടുള്ള വർത്താനാണെങ്കിൽ ദഖലൽ ജന്ന എന്ന ഹദീസാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായിട്ടുള്ളത്. സഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ ഫഖൂലു മിസ്ല മാ യഖൂലുൽ മുഅദ്ദിൻ എന്ന റിവായത്തിൽ മുഅദ്ദിൻ പറയുന്ന പോലെ പറയണം എന്ന് പറയുമ്പോൾ അത് മുഅദ്ദിൻ ഓരോ വാക്ക് പറയുമ്പോഴും അങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളത് ഈ പറഞ്ഞ റിവായത്തിൽ നിന്ന് ക്ലിയറാണ്. അല്ലാതെ മുഅദ്ദിൻ്റെ ബാങ്ക് കഴിഞ്ഞതിന് ശേഷം ഒന്നിച്ച് പറയല്ല വേണ്ടെന്നുള്ളത്. അത് ആ സമയത്ത് സൗകര്യപ്പെടാത്ത ആളുകൾ അതങ്ങനെ ചെയ്യേണ്ടി വരും. വേറെ റിവായത്തുകളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ ഖൂലു മിസ്ല മാ യഖൂലു സുമ്മ സല്ലു അലയ്യ സുമ്മ സലുല്ലാഹി ലിയൽ വസീല എന്ന്. അപ്പോൾ ബാങ്ക് കഴിഞ്ഞ ശേഷം ആ ദുആയാണ് വേണ്ടത്. വസീലത്ത് ഫളീലത്തൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ദുആ. ബാങ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മുഅദ്ദിൻ പറയുന്നത് പോലെ പറയേണ്ടത്. മുതത്തഹിറും മുഹ്ദിസും ജുനൂബും ഹായിദും ഒക്കെ ബാങ്കിന് ഇജാബത്ത് നൽകാവുന്നതാണ്. പിന്നെ ഖലായിൽ ഒക്കെ മലമൂത്ര വിസർജനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഭാര്യയുമായിട്ട് ബന്ധം നടത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾ,
അതേപോലത്തെ ആളുകൾ പിന്നെ അത് പറയാൻ പാടില്ല. ആ സമയത്ത് ആ സമയത്ത് പറയരുത്. അവരുടെ സാഹചര്യം ഇങ്ങനെ ബാങ്കിന് ഇജാബത്ത് നൽകാൻ പറ്റിയൊരു സാഹചര്യം അല്ലല്ലോ. അതുകൊണ്ടാണ് അവർ പറയരുത് എന്ന് വരുന്നത്. അവരത് ഒഴിവാക്കുകയാണ് വേണ്ടത്. പിന്നെ ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ, അവിടെയൊക്കെ അതന്നെയാണ് പറയേണ്ടതെന്ന് പറഞ്ഞവരുണ്ട്. ഷുറാഹ് ഇങ്ങനെ സൂചിപ്പിച്ചേക്കാണ്. ഖാല ഇബ്നുൽ മുൻസിർ യഹ്തമിലു അൻ യകൂന ദാലിക മിനൽ ഇഖ്തിലാഫിൽ മുബാഹ് ഫയഖൂലു താറത്തൻ കദാ വ താറത്തൻ കദാ. ചില സന്ദർഭങ്ങളിൽ ഹയ്യ അലൽ സ്വലാ എന്ന് പറയുമ്പോൾ ഹയ്യ അലൽ സ്വലാ എന്നേ പറയാം. മറ്റു ചില സന്ദർഭങ്ങളിൽ അവിടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറയാം. എങ്ങനെ പറയാ, ഈ രീതിയിലാവാനുള്ള സാധ്യത ഉണ്ടെന്ന് ഇബ്നുൽ മുൻസിർ അന്നേരം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒക്കെ അഭിപ്രായമാണ്. ഇവിടെ ഉമർ എന്നവരുടെ ഹദീസിൽ നിന്നും മുആവിയ എന്നവരുടെ ഹദീസിൽ നിന്നും കാര്യം വളരെ ക്ലിയറാണ്. അവിടെ പറയേണ്ടത് അതല്ല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നുള്ളതാണ് എന്ന്. പിന്നെ രണ്ടും കൂടെ ജമ്പ് ചെയ്ത് പറയണം എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറഞ്ഞിട്ട് ഇത് പിന്നെ അല്ല ഹയ്യ അലൽ സ്വലാ എന്ന് പറഞ്ഞിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറയണമെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. എന്തായാലും അങ്ങനെയൊന്നും അല്ല വേണ്ടത് എന്ന് നേരത്തെ പറഞ്ഞ ആ രണ്ട് ഹദീസിൽ നിന്നും, ഉമർ എന്നവരുടെ ഹദീസിൽ നിന്നും മുആവിയ എന്നവരുടെ ഹദീസിൽ നിന്നും ക്ലിയറാണ്. ബാബു ദുആഇ ഇൻദ നിദാ, ബാങ്കിൻ്റെ സമയത്തുള്ള ദുആ എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ ശേഷമുള്ള ദുആ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹദ്ദസനാ അലി ഇബ്നു അയ്യാഷ് ഖാല ഹദ്ദസനാ ശുഐബ് ഇബ്നു അബി ഹംസത അൻ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമാ വഅൻഹും ജമീഅ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല من قال حين يسمع النداء اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة وابعثه مقاما محمودا الذي وعدته حلت له شفاعتي يوم القيامة. من قال حين يسمع النداء, അത് മറ്റ് റിവായത്തിൽ നിന്ന് വ്യക്തമാകുന്നു ബാങ്ക് കേൾക്കുമ്പോഴല്ല, കേട്ട് കഴിഞ്ഞിട്ടാണ്. നേരത്തെ പറഞ്ഞത് ഇജാബത്ത് നൽകൽ, അത് ബാങ്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ്. അതിന് ശേഷമുള്ള ദുആ അത് ബാങ്ക് കഴിഞ്ഞിട്ടുള്ളതാണ് എന്നുള്ളത് മനസ്സിലാവും. മറ്റു റിവായത്തുകൾ കൂടെ വെക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. ആ ദുആയിൽ പറഞ്ഞ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ, ദഅവത്തു താമ്മ, താമ്മായ ദഅവത്ത്, അത് ദഅവത്തു തൗഹീദാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബാങ്ക്, ബാങ്കിന് ശേഷമുള്ള ദുആ. അപ്പോൾ ഈ കഴിഞ്ഞ ബാങ്ക് അല്ലെങ്കിൽ ഇഖാമത്ത് അത് ആ ദഅവത്തു തൗഹീദിൻ്റെ ഭാഗമാണ്. അതിൽ ഷഹാദത്തിൻ്റെ രണ്ട് ലഫ്ളുകളും വരുന്നുണ്ട്. ഷഹാദത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. വസ്സലാത്തിൽ ഖായിമ എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കാൻ പോകുന്ന നിസ്കാരത്തിലേക്കാണല്ലോ ഇപ്പോൾ ബാങ്ക് കൊണ്ട് വിളിച്ചത്, ഇഖാമത്ത് കൊണ്ട് വിളിച്ചത്. അപ്പോൾ സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇവിടെ അറിയപ്പെട്ട ആ നിസ്കാരം തന്നെ, ആ നിസ്കാരത്തിലേക്കുള്ള വിളിക്കലാണ് ഇപ്പം നടന്നിട്ടുള്ളത്. ആതി മുഹമ്മദ് അനിൽ വസീലത വൽ ഫദീല, രണ്ട് മർത്തബകളാണ് വസീലയും ഫദീലയും. വസീലത്തിനെ സംബന്ധിച്ച് ഫഇന്നഹ മൻസിലത്തുൻ ഫിൽ ജന്നത്തി ലാ തംബഇ ഇല്ലാ ലി അബ്ദിൻ മിൻ ഇബാദില്ലാ എന്ന ഹദീസിൽ തന്നെ വന്നിട്ടുണ്ടല്ലോ. അതൊരു മൻസിലത്താണ്, മർത്തബത്താണ് എന്നതിന് കിട്ടും. സ്വർഗത്തിലുള്ള ലാ തംബഇ ഇല്ലാ ലി അബ്ദിൻ മിൻ ഇബാദില്ലാ, ആ പദം വസീലത്ത് എന്നുള്ള പദം അറിയിക്കുന്നത് പോലെ ആ ഒരു മർത്തബയിലെത്തിയ ആൾക്ക് അള്ളാഹുവിനോട് ചില ഷഫാത്തുകൾക്ക് അധികാരം ഉണ്ടാവുള്ളൂ. ഷഫാത്തുകൾ പല രീതിയിലുള്ള ഷഫാത്തുണ്ടല്ലോ, പല ദറജയിലുള്ള ഷഫാത്തുണ്ട്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം ഖാസായ ഷഫാത്തുണ്ടല്ലോ, അഷ്ഫാഅത്തുൽ ഉദ്മ. എന്നാൽ നരകത്തിൽ നിന്ന് പാപികളായ വിശ്വാസികളെ മോചിപ്പിക്കാനുള്ള ഷഫാഅത്ത്, ഹിസാബ് കൂടാതെ സ്വർഗപ്രവേശം സാധ്യമാക്കാനുള്ള ഷഫാഅത്ത്, ഇങ്ങനെ ഷഫാഅത്തുകളുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്, അമ്പിയാക്കൾക്കുണ്ട്, സ്വാലിഹീങ്ങൾക്കുണ്ട്. വസീലത്ത് എന്നുള്ളത് ഒരു സ്ഥാനം, ഒരു മൻസിലത്താണ്. ലാ തംബഇ ഇല്ലാ ലി അബ്ദിൻ മിൻ ഇബാദില്ലാഹ്. ആ ഒരു മൻസിലയിൽ ഉള്ള ആൾക്ക്, ആ ഒരു മൻസിലയിലെത്തിയ ആൾക്ക് മാത്രമേ അള്ളാഹിനോട് ചില കാര്യങ്ങൾക്ക് ഷഫാഅത്തിന് അധികാരം ഉണ്ടാവുള്ളൂ. അതായിരിക്കണം ഷഫാഅത്തുൽ ഉദ്മ എന്നുള്ളത്. അല്ലാഹു അലം. അൽ വസീലത്ത വൽ ഫദീല എന്ന് അത്ഫോട് കൂടെ പറഞ്ഞത് കൊണ്ട് രണ്ടും രണ്ട് മർത്തബയായിരിക്കാം. എന്നാൽ വയഹ്തമിലു അൻ തകൂന മൻസിലത്തൻ
ഉഖ്റ എന്ന് പറഞ്ഞിട്ട് ഫത്തുൽ ബരി ഒക്കെ ഷുറഹയുടെ ഔ തഫ്സീറൻ ലിൽ വസീല എന്നുകൂടെ പറയുന്നുണ്ട്. ചിലപ്പോൾ അത് വസീല എന്നതിൻ്റെ തഫ്സീർ തന്നെ ആകാം. അപ്പോൾ രണ്ടും ഒരു മർത്തബയുടെ രണ്ട് പദങ്ങളാകാം. അതിൻ്റെ ഒരു തഫ്സീറായിട്ടായിരിക്കാം വൽ ഫദീല എന്ന് വന്നതെന്ന് അഭിപ്രായം പറയുന്നുണ്ട്. അൽ വസീലത്ത വൽ ഫദീല എന്ന് പറയുമ്പോൾ രണ്ടും രണ്ട് മർത്തബ, രണ്ട് മൻസില ആവാനാണ് സാധ്യത. വബഅസ്ഹു മഖാമൻ മഹ്മൂദ അല്ലദി വഅദത. മഖാമ മഹ്മൂദ് എന്ന ആ ഒരു പദം തന്നെ അറിയിക്കുന്നത് പോലെ യുഹ്മദുൽ ഖായിമു ഫീ എന്ന് ആ ഒരു മഖാമിൽ പ്രവാചകർ നിൽക്കുമ്പോൾ യഹ്മദുഹുൽ അവ്വലൂന വൽ ആഖിറൂൻ വബഅസ്ഹു മഖാമൻ മഹ്മൂദ. ആ വബഅസ്ഹു എന്നതിന് വബഅസ്ഹു വഅഖിംഹു എന്നർത്ഥം ഉണ്ടാവും. ഖുർആനിൽ അസാ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയും ഇങ്ങനെ നെക്റായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അസാ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. ഒരു വല്ലാത്ത മഖാമായതുകൊണ്ട് തഅദീമിനെ അറിയിക്കുന്നുണ്ട് അങ്ങനെ തൻഖീറാക്കിയത്. എന്നാൽ ഹദീസിൽ ഈ ഹദീസിൽ തന്നെ അൽ മഖാമുൽ മഹ്മൂദ് എന്ന് ചില റിവായത്തിൽ വന്നിട്ടുണ്ട്. നസായിയൊക്കെ അങ്ങനെ റിവായത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അൽ മഖാമുൽ മഹ്മൂദ് എന്ന് അലിഫ്ലാമോട് കൂടെ. സഹീബിന് ഹുസൈമയിലും സഹീബിന് ഹിബ്ബാനിലൊക്കെ അൽ മഖാമുൽ മഹ്മൂദ് അലിഫ്ലാമോട് കൂടെ വന്നിട്ടുണ്ട്. അതേപോലെ തുബ്രാനിയും ബൈഹഖിയും തൊഹാവിയും ഒക്കെ ഉദ്ധരിച്ചതിൽ അൽ മഖാമുൽ മഹ്മൂദ് അലിഫ്ലാമോട് കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ വബഅസ്ഹു മഖാമൻ മഹ്മൂദ എന്നായതുകൊണ്ട് അലിഫ്ലാം ഇല്ലാതായതുകൊണ്ട് അല്ലദീ വഅദ്തഹു എന്നുള്ളത് ഒരു കളയപ്പെട്ട മുബ്തദന്റെ ഖബറാക്കിയാൽ മതി. ആ മഖാമ് ഹുവല്ലദീ വഅദ്തഹു എന്ന് നേരത്തെ പറഞ്ഞ ആയത്ത് അസാ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. സൂറത്ത് ഇസ്രായേലാണ് ആ ആയത്തുള്ളത്. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക. അതിൻ്റെ മുമ്പ് അഖിമിസ്സലാത്ത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സുദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സുദ്ഖിൻ വജ്അൽ ലി മിൻ ലദുൻക സുൽത്താനൻ നസീറ. അതാണ് അല്ലദീ വഅദ്തഹു. പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ ചോദിച്ചാലേ പ്രവാചകർക്ക് മഖാമു മഹ്മൂദും വസീലയും ഫദീലയും ലഭിക്കുള്ളൂ എന്നൊന്നുമില്ല. അത് പ്രവാചകർക്ക് അള്ളാഹു നൽകിയ വാഗ്ദാനാണ്. അള്ളാഹു അസാ യബ്അസക എന്നാണ് പറഞ്ഞതെങ്കിലും അത് അള്ളാഹു പറയുമ്പോൾ അത് വാഗ്ദാനാണ്. പിന്നെ നമ്മളോട് എന്തിനാണ് ചോദിക്കാൻ പറഞ്ഞത്? അത് നമുക്ക് വേണ്ടിയാണ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഹല്ലത്ത് ലഹു ഷഫാഅത്തി എന്ന് റസൂൽ നേരെ പറഞ്ഞത്. അയാൾക്ക് ഷഫാഅത്ത് കിട്ടി എന്ന് തന്നെയാണല്ലോ മാദിയായിട്ട് ഉപയോഗിച്ചത്. അത്ര ഉറപ്പുള്ള കാര്യമാണ്. മല്ലം യഷ്കുരിന്നാസ് ലം യഷ്കിരില്ല എന്നുണ്ടല്ലോ. അള്ളാഹിൻ്റെ പ്രവാചകരെ അള്ളാഹു റസൂലായിട്ട് നിയോഗിച്ചു. പ്രവാചകർ എല്ലാ രീതിയിലും ആത്മാർത്ഥമായി തൻ്റെ ദൗത്യം നിർവഹിച്ചത് കൊണ്ടാണ് നമുക്കൊക്കെ മുഅ്മിനീകളാകാൻ സാധിച്ചത്. അതുകൊണ്ട് ആ പ്രവാചകർക്ക് എപ്പോഴും സ്വലാത്തും സലാമും ചൊല്ലലും പ്രവാചകർക്ക് വേണ്ടി ദുആ ചെയ്യലൊക്കെ നമ്മുടെ ബാധ്യതയാണ്. ഇവിടെ അതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ എന്നാണല്ലോ. അപ്പോൾ ഇവിടെ പ്രവാചകർ പറയുന്ന ഓരോ കാര്യവും വഹ്യാണ്. പ്രവാചകർ പറയുകയാണ് ബാങ്ക് കൊടുത്ത ശേഷം ഇങ്ങനെ ദുആ ചെയ്താൽ ആത്തി മുഹമ്മദൻ അൽ വസീല വൽ ഫദീല ആത്തി മുഹമ്മദൻ അൽ വസീലത വൽ ഫദീല വബഅസ്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്ത എന്ന് പറഞ്ഞാൽ ഹല്ലത്ത് ലഹു ഷഫാഅത്തി യൗമൽ ഖിയാമ. അള്ളാഹു വലിയ ഓഫറാണ് പ്രവാചകർക്ക് വേണ്ടിയുള്ള ഈ പ്രാർത്ഥനയ്ക്ക് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇത് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഹല്ലത്ത് ലഹു ഷഫാഅത്തി യൗമൽ ഖിയാമ എന്ന് പറയാൻ വേണ്ടിയാണ് പ്രവാചകരെ ഏൽപ്പിച്ചത്. ഇത്ര വലിയ മഹത്വം അള്ളാഹുവിൻ്റെ പ്രവാചകർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഖിയാമത്ത് നാൾ വരെ ഓരോ വിശ്വാസിയും ഓർക്കേണ്ടതുണ്ട്. അത് ഓർക്കാനുള്ള സന്ദർഭം കൂടെയാണ് ഈ പ്രാർത്ഥന. ഈ ദുആൻ്റെ അവസാന ഭാഗത്ത് ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ് എന്നുള്ളത് ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ കുശ്മിഹനിയുടെ നുസ്ഖയിൽ തന്നെ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ് എന്ന് വന്നിട്ടുണ്ട്. എന്നാൽ അൽ വസീല വൽ ഫദീല എന്ന് കഴിഞ്ഞിട്ട് വദ്ദറജത്തുർ റഫിയ എന്നുള്ളത് ഇങ്ങനെ നമ്മൾ മൗസൂറായ ദുആ തന്നെ എടുക്കുകയാണെങ്കിൽ അതിൽ വദ്ദറജത്തുർ റഫിയ എന്നില്ല. നമ്മളതിൻ്റെ കൂടെ നമുക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യാറുണ്ടല്ലോ. വർസുഖ്നി ഷഫാഅത്തഹു യൗമൽ ഖിയാമ എന്നെല്ലാം. മൗസൂറായ പദം എടുത്ത് ദ്വാർക്കുക, അതിനതിൻ്റെ മഹത്വമുണ്ട്.
നമ്മുടെ ഫുഖഹാക്കളിൽ വലിയ പല ആളുകളും വദ്ദറജത്തുർ റഫിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മൊഗനി ഉണ്ടല്ലോ, ഷാഫി മദ്ഹബിൽ വളരെ പ്രധാനപ്പെട്ട സാധനം, അവിടെ അങ്ങനെ പറയുന്നുണ്ട്, വസാദ ഫി തംബീഹി ബഅദ വൽ ഫളീല അൽ വസീലത്ത് വൽ ഫളീല എന്നതിന് ശേഷം വദ്ദറജത്തുർ റഫിയ എന്ന് തംബീഹിൽ വസാദ ഫി തംബീഹി എന്ന്, വബഅദ വഅത്തഹു മഖാമൻ മഹ്മൂദൻ ഇല്ലദി വഅത്ത എന്ന് കഴിഞ്ഞിട്ട് യാ അർഹമർ റഹീമീൻ എന്നും തംബീഹിൽ ഉണ്ട് എന്ന് മോനി പറയുന്നുണ്ട്. ഇമാം നവവി റഹിമഹുല്ലാഹ് റൗളയിൽ ഈ പ്രാർത്ഥന പറയുമ്പോൾ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ സുമ്മ യഖൂലു അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല വൽ ഫദീല വദ്ദറജത്തുർ റഫിയ വബഅസ്ഹു മഖാമൻ മഹ്മൂദൻ ഇല്ലദി വഅത്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ലാഹ് മിൻഹാജിൽ വദ്ദറജത്തുർ റഫിയ എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ മിൻഹാജിൽ വദ്ദറജത്തുർ റഫിയ എന്ന് പറയാതിരുന്നതിനെ സംബന്ധിച്ച് തുഹ്ഫയും നിഹായും പറഞ്ഞത് അത് മൗസൂറായ ദുആ ആകുമ്പോൾ അങ്ങനെ മൗസൂറായിട്ട് വദ്ദറജത്തുർ റഫിയ വന്നിട്ടില്ല. ലാ അസ്ല ലഹുമാ, ലഹുമാ എന്ന് പറഞ്ഞാൽ യാ അർഹമർ റഹീമീൻ എന്നും പറഞ്ഞിട്ടില്ല മിൻഹാജിൽ. വദ്ദറജത്തുർ റഫിയ എന്നതും അവസാനം യാ അർഹമർ റഹീമീൻ എന്നുള്ളതും പറഞ്ഞില്ല. അങ്ങനെ പറയാതിരുന്നത് ലാ അസ്ല ലഹുമാ ലി അന്നഹു ലാ അസ്ല ലഹുമാ എന്നാണ് തുഹ്ഫയും നിഹായും അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞതൊക്കെ നമ്മൾ മൗസൂറായ ദുആ അങ്ങനെ തന്നെ എടുത്ത് ദുആ ചെയ്യുമ്പോഴാണ്. ദുആ എന്ന നിലക്ക് നമുക്ക് അള്ളാഹിനോട് എന്തും ചോദിക്കാം. മൗസൂറായ ദുആക്ക് അതിൻ്റെ മഹത്വം വേറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫൈദുൽ ബാരി പറയുന്നുണ്ട്, ആരെങ്കിലും വദ്ദറജത്തുർ റഫിയ കൂട്ടുകയാണെങ്കിൽ എല്ലാ മൗസൂറായി വന്ന ദുആൻ്റെ ശേഷം കൂട്ടിക്കോട്ടെ എന്ന്. നമ്മുടെ നാടുകളിൽ നമ്മൾ ദുആ ചെയ്യാറുള്ളത് അതെല്ലാം ഉൾപ്പെടുത്തി അതിന് കൂടെ നമുക്കുള്ള ഷഫാഅത്തിനെ ചോദിച്ചും കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ദുആ ചെയ്യാറുള്ളത്. അവിടെ നമ്മൾ ഈ വാരിദായ ലഫ്ള് അങ്ങനെ പരിഗണിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ ഫുഖഹാ പലരും അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ആ രീതിയിൽ ദുആ ചെയ്യാവുന്നതാണ്, തടസ്സമൊന്നുമില്ല. തോൽക്കാൻ മൗസൂറായി വന്നോളണമെന്നില്ലല്ലോ. ഹല്ലത്ത് ലഹു ഷഫാഅത്തി എന്ന് പറഞ്ഞാൽ വജബത്ത് ലഹു ഷഫാഅത്തി, നസലത്ത് അലൈഹി ഷഫാഅത്തി എന്നൊക്കെ തന്നെയാണ് അതിൻ്റെ അർത്ഥം. ബാബുൽ ഇസ്തിഹാമി ഫിൽ അദാൻ. ഇസ്തിഹാം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഖ്തിറാ ആണ്, നറുക്കിടൽ. ബാങ്ക് ആര് കൊടുക്കും എന്നതിൽ തർക്കം. എല്ലാവരും കൊടുക്കാൻ റെഡിയാണ്. അപ്പോൾ തീരുമാനിക്കാൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന്, നറുക്കിനെ ആശ്രയിക്കാൻ പറ്റുമോ? എല്ലാവരും ഒരേപോലെ ശബ്ദമാധുര്യമുള്ളവരാവുക, നല്ല ഒച്ച ഉണ്ടാവുക എന്നുള്ള ആ വിഷയത്തിലും എല്ലാവരും ഒരുപോലെ ആവുക. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനൊരു പരിഹാര വഴി തേടാമോ എന്ന് അത് സംബന്ധിച്ചുള്ള ഹദീസ് പറയുന്ന ബാബാണ്. വയുദ്കറു അന്ന ഖവാമൻ ഇഖ്തലഫു ഫിൽ അദാനി ഫഅഖറ ബൈനഹും സഅദ്. ഇത് ഖാദിസിയയിൽ മുസ്ലിങ്ങൾ എത്തിയ സന്ദർഭം, അവിടെ മുസ്ലിങ്ങൾ ഫത്ഹ് ചെയ്ത സന്ദർഭം, ബാങ്ക് കൊടുക്കാൻ വേണ്ടി പലരും തർക്കിച്ചപ്പോൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ തീരുമാനമെടുത്തു എന്നാണ്, തർക്കിലൂടെ തീരുമാനമെടുത്തു. അത് തഅലീഖായിട്ട് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് കൊണ്ടുവന്നത് അവരങ്ങനെ ചെയ്തു. സഹാബാക്കളൊക്കെ ഉള്ള സമയമാണല്ലോ, അതിനാരും എതിർത്തിട്ടില്ലല്ലോ. حدثنا عبد الله بن يوسف قال أخبرنا مالك عن سمي مولى أبي بكر عن أبي صالح عن أبي هريرة رضي الله عنه وعنهم جميعا أن رسول الله صلى الله عليه وسلم قال لو يعلم الناس ما في النداء لو يعلم الناس ما في النداء والصف الأول لو يعلم الناس ما في النداء والصف الأول ثم لم يجدوا إلا أن يستهموا عليه لاستهموا. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ബാങ്ക്, മറ്റൊന്ന് നിസ്കാരത്തിൽ സ്വഫ് അവ്വലാവുക. ഇത് രണ്ടിൻ്റെയൊക്കെ മഹത്വം ആളുകൾ മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു അവസരം കിട്ടാൻ നറുക്കിടേണ്ടി വരില്ലാതെ വഴിയില്ലെങ്കിൽ അവർ നറുക്കിട്ട് തീരുമാനിക്കും എന്നാണ് ഇവിടെ ഹദീസ്. അപ്പോൾ ഇതിൽ നിന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഇസ്തിംബാത്ത് ചെയ്യാണ് അങ്ങനെ നറുക്കിലൂടെയും തീരുമാനിക്കാവുന്നതാണ് എന്ന് റഹിമഹുല്ലാഹ്. വലൗ യഅലമൂന മാ ഫി തഹ്ജീർ ലസ്തബഖൂ ഇലൈഹി. തഹ്ജീറോട് ഉദ്ദേശിക്കുന്നത് ഏത് നിസ്കാരത്തിലാണെങ്കിലും നേരത്തെ പോവുക, നേരത്തെ ചെയ്യുക എന്നുള്ളത്. ജമാഅത്തിന് പള്ളിയിൽ നേരത്തെ എത്തുക. അത്തബിക്കൂർ ഇല സ്വലാത്ത് അയ്യ സ്വലാത്തിൻ കാനത്ത്.
തെഹ്ജീർ അതല്ല ഹാജിറത്ത് എന്നാണ്. അതുകൊണ്ട് ളുഹറിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. ളുഹറിൻ്റെ ജമാഅത്തിനെത്തുക എന്നുള്ളതാണ്. കാരണം ഹാജിറത്ത് എന്നുള്ളത് നട്ടുച്ചക്കാണല്ലോ പറയാം. ഷിദ്ദത്തുൽ ഹറാണല്ലോ ഹാജിറത്ത്. അങ്ങനെ പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് ഇത് ളുഹർ നിസ്കാരത്തെ സംബന്ധിച്ചാണ് ഈ ഹദീസിൽ ഇവിടെ പരാമർശിക്കുന്നത് എന്ന്. ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹിമഹുള്ളയെ സംബന്ധിച്ച് ഫത്തുൽ ബാരി പറയുന്നത് വൈല ദാലിക മാലൽ മുസന്നിഫ് എന്നാണ്. ഈ അഭിപ്രായത്തിലേക്ക് മുസന്നിഫ് മൈൽ ചെയ്തിട്ടുണ്ട് എന്ന്. എന്തായാലും അതിൽ പ്രബലമായി എല്ലാവരും വെക്കുന്ന അർത്ഥം, മഷ്ഹൂറായ അർത്ഥം തെഹ്ജീർ കൊണ്ട് ഇവിടെ വലൗ യാലമൂന മാഫി തെഹ്ജീർ എന്ന് പറഞ്ഞാൽ മാഫി തബ്കീർ ഇല സ്വലാ, ഏത് നിസ്കാരമാണെങ്കിലും അതിലേക്കുള്ള തബ്കീർ, തബ്കീർ ഇല സ്വലാ ഇതാണ് ഉദ്ദേശം. ലസ്തബഖു ഇലൈഹി, നേരത്തെ എത്തുക എന്നുള്ള വിഷയത്തിൽ മത്സരം ഉണ്ടാകും ആളുകൾക്കിടയിൽ, വിശ്വാസികൾക്കിടയിൽ. വലൗ യഅലമൂന മാഫിൽ ആതമതി വസ്സുബ്ഹ്, ഇശാ നിസ്കാരവും സുബഹി നിസ്കാരവും അതിലുള്ള മഹത്വം അറിയുകയാണെങ്കിൽ ലഅതൗഹുമാ വലൗ ഹബ്വ, വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും ഞെരങ്ങിയിട്ടാണെങ്കിലും അവരവിടേക്ക് എത്തുമെന്ന്. ആതമത്ത് എന്നുള്ളത് ഇഷാക്ക് അങ്ങനെ പേര് വെക്കുന്നതിനെ സംബന്ധിച്ച് നെഹി വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ ഹദീസിൽ ആ പദം തന്നെ ഉപയോഗിച്ചും ചെയ്തു. കാരണം അത് ഏതാണ് നിസ്കാരം എന്ന് എല്ലാവർക്കും പെട്ടെന്ന് വ്യക്തമാകാൻ വേണ്ടി. ഇഷാ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മാരിബക്ക് ഇഷാ എന്ന് പറയുന്ന രീതി അവർക്കുണ്ടായതുകൊണ്ട് മാരിബിനെ സംബന്ധിച്ചാണ് എന്ന് ധരിക്കുകയാണെങ്കിൽ ഈ ഹദീസിൻ്റെ യഥാർത്ഥ ഉദ്ദേശം നഷ്ടപ്പെടുമല്ലോ. അത്തമത്ത് എന്ന് തന്നെ ഇവിടെ ഉപയോഗിച്ചു. പിന്നെ ഇവിടെ അത്തമത്ത് എന്നുള്ളത് ഇഷാക്ക് ഉപയോഗിക്കാതിരിക്കാനുള്ള, അത് അങ്ങനെ ഇഷാക്ക് വേണ്ടി ഉപയോഗിക്കരുത് എന്നുള്ള നെഹിയെ ഉപയോഗിക്കരുത് എന്ന് വന്നത് തഹ്രീമിന് വേണ്ടിയല്ല, ജായിസാണ്, ഉപയോഗിക്കാവുന്നതാണ് എന്ന് ഇതിൽ നിന്ന് ലഭിക്കും. വലോ ഹബുവ എന്നുള്ളത് വലോ ഹബുവ സഹ്ഫ എന്ന് ഇങ്ങനെ പറയാം. ഹബുവ എന്ന് ഉപയോഗിക്കുക യുഖാലു ലിമൻ സഹഫ അല ഇസ്തിഹി ഔ അല യദൈഹി വരിജ്ലൈഹി, രണ്ട് കയ്യ് രണ്ട് കാലൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ നിരങ്ങിയിട്ട് വരിക, അല്ലെങ്കിൽ ഇസ്തു ഉപയോഗിച്ച് ചന്തി ഉപയോഗിച്ച് നിരങ്ങിയിട്ട് വരിക. ഏത് പ്രയാസം സഹിച്ചും അവർ ഇശാക്കും സുബഹിക്കും ജമാഅത്തിന് പള്ളിയിലെത്തും, അതിൻ്റെ മഹത്വം മനസ്സിലാക്കുകയാണെങ്കിൽ എന്നാണ് ഇവിടെ താല്പര്യം. ഈ ക്ലാസ് നമുക്കിന്ന് ഇവിടെ അവസാനിപ്പിക്കാം. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.